ഇന്ന് രാത്രി ഇറാനെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കും. ഇറാന്റെ ഗാർഗ് ദ്വീപ് നമ്മൾ ഇന്ന് രാത്രി പിടിച്ചെടുത്തിരിക്കും. ഇതും സ്വപ്നം കണ്ട് നോക്കിയിരുന്ന കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർക്കൊക്കെ ചെറുതായിട്ടൊരു നിരാശ വരുന്ന ഒരു പരിപാടി വന്നിട്ടുണ്ട്. ട്രംപ് നൈസായിട്ടൊരു യൂ ടേൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓഡിയോ ഉണ്ട്, അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. And the country is doing really well. I don't know if you heard, but we ended the war with Iran today, and they have agreed never to have a nuclear weapon, something that we insisted on. That was the whole purpose. That was 95% of it, and they've done it in the most powerful way you can do it. So I just want to thank everybody. എന്താ പറയാന്നറിയോ? അതായത് നമ്മള് വാർ അവസാനിപ്പിച്ചു, ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കൂല എന്നുള്ളത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വാറിന്റെയും ഇതിന്റെയൊക്കെ 95% നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ 95% പാർട്ടും അവര് അംഗീകരിച്ച പോലെയാണ് ആ ഒരു കാര്യം അംഗീകരിച്ചത് കൊണ്ട് തന്നെ. അപ്പോ നമ്മൾ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു, എല്ലാവരോടും നന്ദിയൊക്കെ ഉണ്ട്, നന്ദി നമസ്കാരമൊക്കെ പറഞ്ഞ് ട്രംപ് ഇറങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ പറയാനുള്ളത് എന്താണെന്നറിയോ? മേക്ക് IRGC ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറാൻ ആക്ച്വലി ഈ സാധനത്തിനെ തള്ളി. ഇറാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു നിലപാടിലോട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് ഇറാൻ എത്തിയിട്ടില്ല എന്നാ ഇറാൻ പറയുന്നേ. ഞങ്ങൾ വാർ അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അമേരിക്കയായിട്ടൊരു ഡീലിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല, അമേരിക്കയോട് ഇങ്ങനെ ഒരു ഡീലിന്റെ കാര്യം പറയാനേ പറ്റത്തില്ല, കാരണം അമേരിക്ക പറയുന്ന കാര്യത്തിൽ അമേരിക്കക്ക് സ്ഥിരതയില്ല. ഇതാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ പോയിട്ട് വാർ അവസാനിപ്പിച്ചേ. വാർ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഹോർമൂസിൽ ബ്ലോക്കേഡ് തുടരുകയാണെന്നുണ്ടെങ്കിൽ ഹോർമൂസിലൂടെ എണ്ണ ഒഴുകത്തില്ല, കംപ്ലീറ്റ് പൂട്ടി, മണിച്ചത്രതാഴിട്ട് പൂട്ടി എന്നുള്ള കാര്യം ഇറാൻ പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ട്രംപിന്റെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ട്രംപിന്റെ സാമാനം കുടുങ്ങി. ആ സാധനം ഇയാൾക്ക് ഊരി വലിച്ചെടുത്തോണ്ട് പോണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇറാൻ ഇങ്ങനെ ഒരു സാധനം സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ട്രംപ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇറാന്റെ ഗാർഗ് ദ്വീപ് എങ്ങാനും അമേരിക്ക പിടിച്ചടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിഷ്കളങ്കരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ബാക്കി രാജ്യങ്ങളുടെ ഒക്കെ ഓയിൽ ഫീൽഡുകൾ അത്രയും സേഫ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നുള്ളത്? ഒരു കാരണവശാലും നിലനിൽക്കൂല. അതേപോലെ തന്നെ ഈ മണ്ടൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. വിലക്കയറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, വിലക്കയറ്റത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള സാധനം കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയേ. അപ്പോ ഈ പറയുന്ന അറാംകോ പോലെയുള്ള എന്താ പറയാ റിഫൈനറീസ്, അല്ലെങ്കിൽ ഫുജൈറയിലുള്ള ഈ UAE റിഫൈനറി, ഈ പറയുന്ന സാധനങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള സകല റിഫൈനറീസും സകല ഓയിൽ പാടങ്ങളും ഇറാൻ ബോംബിട്ട് നശിപ്പിക്കാൻ വിചാരിക്കുക. ഇറാന്റെ ഗാർഗ് ദ്വീപ് അമേരിക്ക പിടിച്ചടക്കുന്നതിലൂടെ ആക്ച്വലി എന്താ സംഭവിക്കുക? നമ്മള് കാളവണ്ടിയിൽ യാത്ര ചെയ്യേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇറാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉണ്ടോ എന്നാൽ ഞങ്ങൾക്കും ഉണ്ടാവും. ഇങ്ങനൊരു കാര്യം ഇറാൻ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് തിയോളജിക്കലി, ഐഡിയോളജിക്കലി ഇറാനുമായിട്ട് അത്രയേറെ ഡിഫറൻസ് സൗദി അറേബ്യക്ക് അടക്കം ഉണ്ടായിട്ട് ഇവരെന്ത് ചെയ്യാത്ത, ആക്റ്റീവായിട്ടുള്ള ഒരു വാറിലോട്ട് ഇറാനിലോട്ട് പോവാത്തെ. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം രണ്ട് കൂട്ടർക്കും ആയിരിക്കും, ലോകത്തിന് മൊത്തമായിരിക്കും. കാക്കനാടുള്ള ചായക്കട അടച്ചുപൂട്ടി. കാക്കനാടുള്ള ചായക്കട അടിച്ചു പൂട്ടുന്നത് ആ ചായക്കടക്കാരന് പനി ബാധിച്ചത് കൊണ്ടല്ല, ചായക്കടക്കാരന് ചായ അടിക്കാനുള്ള, ചായ ഉണ്ടാക്കാനുള്ള ഗ്യാസ് കിട്ടാത്തോണ്ടാ. അത്രയും നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ചായക്കടയിലേക്ക് ഈ പ്രശ്നം കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിഫൈനറീസ് എല്ലാം ഇറാൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോ ഇതാണ് അതിന്റെ റിയാലിറ്റി. അത് മാത്രമല്ല കേട്ടോ, ഇറാൻ ഹിറ്റ് ചെയ്യുന്നത് എത്ര ഹാർഡ് ആയിട്ടാണ് എന്നുള്ളതും കൂടെ തെളിയിക്കുന്ന വേറൊരു വീഡിയോ കൂടെ ബഹ്റൈനിന്ന് വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. അതും കൂടെ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഈ പറയുന്ന പിന്മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട ഹേതു എന്നുള്ളത്. ഇത് അൽ ജസീറ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടോ?
മൊത്തം തകർന്ന് തരിപ്പണായിരിക്കുക. എവിടെ? അമേരിക്കയുടെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനമായിട്ടുള്ള ബഹ്റൈനില്. 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏതൊരു ഏരിയൽ ത്രെട്ടിനെയും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റവും ടെക്നോളജിയും ഉള്ള സ്ഥലങ്ങളായിരിക്കും എപ്പോഴും ഇവരുടെ നാവിക ആസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. എന്നാ അമേരിക്ക ഒരു കാരണവശാലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന അമേരിക്കയുടെ സകല സിസ്റ്റങ്ങളെ ഡിഫീറ്റ് ചെയ്യുകയും ഈ സിസ്റ്റങ്ങളെല്ലാം നോക്കുകുത്തിയാവുന്ന രീതിയിലേക്ക് ഇറാന്റെ സൂപ്പർസോണിക് മിസൈലുകൾ പോയി ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അത് മാത്രമല്ല, 90-95% ഇവരുടെ ഗുഹകളിൽ ഉണ്ടായിരുന്ന മിസൈലുകളെ, ബാലിസ്റ്റിക് മിസൈലുകളെ ഇവര് റിക്കവർ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് അമേരിക്കയുടെ ഫോറിൻ പോളിസിയിൽ എല്ലാ കാലത്തും പ്രഷർ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനും അമേരിക്കൻ ഫോറിൻ പോളിസിയെ ഡിറ്റർമിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഇസ്രായേലിനെ അടക്കം തരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ട് ട്രംപ് ഈ ഒരു ഡീലിലേക്ക് എത്തുന്നേ. കാരണം ഈ നവംബറിൽ എങ്ങാണ്ട് നടക്കാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷനിൽ പ്രശ്നമാവും എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രശ്നമാവുന്നേ? അതായത് മിഡ് ടേം ഇലക്ഷനിൽ ട്രംപ് തോറ്റു കഴിഞ്ഞാല് പ്രസിഡന്റ് എന്നുള്ള ഒരു കിരീടം വെച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കാന്നല്ലാതെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ പ്രസിഡന്റിനെ പോലെയാണ്. പ്രസിഡന്റ് തലവനാണെങ്കിൽ കൂടെ മൊത്തം അധികാരമുള്ളത് ആർക്കായിരിക്കും? പ്രധാനമന്ത്രിക്ക്. ഇതുപോലെ ആയിരിക്കും ഈ പറയുന്ന മിഡ് ടേം ഇലക്ഷനിൽ തോറ്റുപോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യം ട്രംപിന് അറിയാം. അപ്പോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പ്ലാനും കൊണ്ട് വന്നിട്ട് ഇപ്പോ മേക്ക് IRGC ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പ്ലാനിലോട്ട് യഥാർത്ഥത്തിൽ ട്രംപ് മാറി എന്നുള്ളതാണ്. ഇത്രയും കാലം ഒരു ലെജിറ്റിമസി ഇല്ലാതിരുന്ന, ഇത്രയും കാലം ഒരു തരത്തിലുള്ള അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ ഇത്രയും പവർഫുൾ ഗ്രൂപ്പാണ് എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കുക ചെയ്യാതിരുന്ന ഇറാന്റെ IRGCനെയും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമാക്കി മാറ്റുകയും റെസിസ്റ്റൻസിന്റെ ഒരു മുഖമുദ്രയാക്കി അവരെ മാറ്റുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ് ട്രംപ് ഇപ്പൊ ചെയ്തിരിക്കുന്ന പണി. മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള സകല രാജ്യങ്ങളുമായിട്ട് ഒരു ടോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അറ്റ്ലീസ്റ്റ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസിനെ അവിടെ ഉണ്ടാക്കിയെടുത്തു. കാരണം ഈ പറയുന്ന ഡീല് യാഥാർത്ഥ്യമാവുന്ന സമയത്ത് ട്രംപ് നന്ദി പറയുന്ന കുറെ രാജ്യങ്ങളുണ്ട്. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ, ജോർഡാന്, പാകിസ്ഥാന്, അതേപോലെ തന്നെ തുർക്കി, ഇങ്ങനെയൊക്കെയല്ല. ഇതിലുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇറാന് മുന്നേ സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഇല്ല. ഈ പ്രശ്നങ്ങൾ വന്നപ്പോ ആ ചാനലുകളും കൂടെ ഓപ്പൺ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതുകൊണ്ടാണ് മേക്ക് IRGC ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പരിപാടി പണി ട്രംപ് എടുത്തു എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓഡിയോ ക്ലിപ്പിലൂടെ പറയുന്നത് പോലെ ഈ പറയുന്ന യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇറാൻ അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ ഈ യുദ്ധം അവസാനിപ്പിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം.